ഭാഗ്യം ചാരി നിൽക്കുന്നത് ഒരു പേരക്കായ മരത്തുമ്പോഴാണ് കേട്ടോ. അതുമ്പോൾ പേരക്കായ ഉണ്ടായിട്ടില്ല, പക്ഷെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ മരത്തുമ്പോൾ നിറച്ച് പേരക്കായ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബാക്കിൽ നിറയെ പേരക്കായ മരങ്ങളാണ് കേട്ടോ. പേരക്കായാണ് അത്ര ഫ്രൂട്ട്സിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. നമ്മൾ വീട് വെച്ച് കഴിഞ്ഞ് 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒക്കെ കായ്ച്ചു തുടങ്ങി. ഗമറ്റം പേരക്കകളായി. തുട്ടാമറ്റങ്ങളുടെയൊക്കെ വലിപ്പം നോക്കി. ചെറുതായിട്ട് തൃശ്ശൂർ ഭാഷയുടെ ആ ഒരു അതിപ്രസരം കാരണം കൊണ്ട് ഇതിനൊക്കെ ഗമട്ടം എന്നൊക്കെ പറയാനാണ് എനിക്ക് തോന്നുന്നത്. നല്ല വലിപ്പുണ്ടറാ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പേരക്ക. ഒരെണ്ണം എന്തേ കൊത്തുകയും ചെയ്തു. സാധാരണ നമ്മുടെ നാടൻ പേരക്കല്ല കേട്ടോ, മണ്ണുത്തി നമ്മൾ മേടിക്കുന്ന തായ്ലാന്റ് പേരക്കയില്ലേ, അതാണ്. നല്ല മധുരമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട്. നല്ല ഉണ്ടാവട്ടെ പേരക്ക വെച്ചിട്ട് 1 കൊല്ലല്ലേ ഉണ്ടാവുള്ള. 1 കൊല്ലല്ല 2 മാവ് പൂത്തുണ്ട് കണ്ട. ആക്ച്വലി ടെസ്റ്റ് സംഭവിച്ചത് ഇവിടെയാണ്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു മിറാക്കിൾ ട്രീ ഉണ്ട്. തൊട്ടപ്പുറത്ത് നീങ്ങിയിട്ട് വലിയൊരു മിറാക്കിൾ ട്രീ ഉണ്ട്. ഇതുപോലെ ആദ്യമായിട്ട് കായ്ച്ച ഒരു 5-6 പൊട്ടിച്ച് ഭാഗ്യം വയലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുരു തുപ്പി കളയണം നമുക്ക്. എന്നിട്ട് ബാക്കിയുള്ളതിൽ ഒരു അത്ഭുതം നടക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി ഈ പേരയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഭാഗ്യന്റെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പറഞ്ഞില്ലേ നല്ല മധുരം. പേരയ്ക്കൊക്കെ ഭയങ്കര മധുരാ. പേരക്കൊക്കെ അസാധ്യ മധുരല്ലേ. പേരക്കാര മധുരല്ല, അതിലും വിട്ട് ഭയങ്കര മധുരല്ലേ. ആണ് ഞാൻ പറഞ്ഞ അടിപൊളിയാ. മിറാക്കിൾ ഫ്രൂട്ട് തിന്നിട്ട് ഫ്രൂട്ട്സ് കഴിച്ചാ പിന്നെ പുളിന്ന് പറഞ്ഞ സാധനമില്ല. കുരുണ്ട്. അയ്യോ, ഒരു പ്രത്യേക ഫീലാണ് കേട്ടാ. ജീവിതത്തിൽ ഇതുപോലെ മധുരമുള്ള ഒരു പേരക്ക കഴിച്ചിട്ടില്ല. പക്ഷെ മിറാക്കിൾ ഫ്രൂട്ട് കഴിക്കണം എന്ന് മാത്രം. മിറാക്കിൾ ഫ്രൂട്ട് തിന്നിട്ടുണ്ടെങ്കിലേ ഏതൊരു പഴവും മധുരിക്കും, അതിപ്പോ പുളിയുള്ളതായാലും.